Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. Welcome everyone. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇടത്തര MSME സെക്ടറിൽ നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമുള്ള സഹായങ്ങൾ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉള്ളതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 100 ബിസിനസ്സെങ്കിലും എഴുതിയിട്ടതിനകത്ത് ടെക്നിക്ക് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സിലേക്ക് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, അപ്പം അവിടെ ക്യാപിറ്റൽ കണ്ടെത്തണം. ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന് മാത്രമാണ്. ബാങ്ക് ലോൺ എടുത്തല്ല ശരിക്കും ബിസിനസ്. നമ്മളപ്പോൾ അതൊരു തെറ്റായ ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ചില സബ്സിഡികളും ഒക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ അതെപ്പോഴും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയർ മെഷർ വെച്ചിട്ട് സർക്കാർ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ എടുത്തിട്ട് നമ്മൾ പിന്നെ അതിനകത്തോടെ സബ്സിഡി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സിഡികൾ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് മറ്റുള്ളവരുടെ ബാധ്യതയിലാണ്, മറ്റുള്ളവർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് MSME ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്താനുള്ള ടെക്നിക്സിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറയാനായിട്ട് പോകുന്നത്. കേംബ്രിഡ്ജ് നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനകത്ത് അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞൊരു 6-7 വർഷങ്ങളായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെല്ലാം, അതായത് മോർ ദാൻ 90% ഫെയിലായിപ്പോയി, ഇല്ല ഇപ്പോൾ. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് കൊടുത്ത സപ്പോർട്ടും അതുകൊണ്ടൊന്നും അവർ നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടത് കാര്യം, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന DICs ഉണ്ട്. DICസിനകത്ത് പ്രവർത്തിക്കുന്ന മോർ ദാൻ 80% എലൈവാണ്. വലിയൊരു കുതിച്ചാട്ടം നടത്തിയിട്ടില്ലെങ്കിലും എലൈവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മെഷീനറിയിൽ ഗവൺമെൻറ് കൊടുക്കുന്ന കുറച്ചൊരു ട്രെയിനിങ്, കറക്റ്റ് വഴികൾ, അതുപോലെ ബാങ്കുമായിട്ടുള്ള ലൈസൻസിൽ ബാങ്കിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു സപ്പോർട്ടും, ഇന്ന ബിസിനസ് വിജയിക്കും, ഇന്ന ബിസിനസ് തോൽവി ഉണ്ടാകും എന്നുള്ളത്, അതുകൊണ്ട് അവർ വിജയിക്കാൻ ചാൻസ് ഉള്ളതിന് മാത്രം സെലക്റ്റീവായിട്ട് ഫണ്ട് കൊടുക്കുന്ന ഓപ്ഷൻസൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നോക്കിയത് ഈ MSME മിനിസ്ട്രി 7 ദിവസം 14 ദിവസമൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് എടുക്കുന്ന, പിന്നെ എന്നിട്ട് ലോണും മറ്റ് സൗകര്യങ്ങളും കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് മിക്കവാറും ഒരു 95% സക്സസ്ഫുള്ളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ എടുക്കാവുന്ന കാര്യം, എന്തെങ്കിലും വിധത്തിലുള്ള ആദ്യമേ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് പൊതുവെ സക്സസ്ഫുള്ളാണ്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം, യൂട്യൂബുകൾ കാണണം. എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ചേർന്നിട്ടുള്ള എക്സ്പോയിൽ പങ്കെടുക്കണം. മറ്റ് രാജ്യത്ത് നടക്കുന്നതിൽ, നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള പല എക്സ്പോയിൽ അവിടെ നിന്ന് കോൺടാക്ട്സ് കളക്ട് ചെയ്ത് വീണ്ടും അതുവഴി ഒത്തിരി മുന്നേറി പോകണം. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വേറെ ആരും ഒന്നും നമുക്ക് തരാനായിട്ടില്ല. ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറിക്കൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, ഹൗ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? പുതിയ രീതിയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ മെഷീനറി മറ്റും കെട്ടിടങ്ങളും എല്ലാം ഇൻഷുർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്കൊരു ഹെൽപ്പ് വേണ്ടുന്നത്, ഏതെങ്കിലും കാരണവശാൽ അപൂർവങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പലപ്പോഴും പല സ്കീമുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ അങ്ങനെ നമുക്ക് വരാൻ ഇടവരരുത്. കാരണം നമ്മൾ ബിസിനസ് പഠിച്ചിട്ട് ചെയ്താൽ ഒരിക്കലും പരാജയം വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് സഹായം വേണ്ടുന്ന ഏരിയ മാർക്കറ്റിംഗ്. ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാത്തതുകൊണ്ട്, ചെയ്യാത്തത് കൊണ്ട് വലിയ വളർച്ച പ്രാപിക്കാതെ കിടക്കുന്ന ഒരുപാട് യൂണിറ്റുകൾ കേരളത്തിലുണ്ട്, 100 കണക്കിന് യൂണിറ്റുകളുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും, പിന്നെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്ന രീതിയിലും, അപ്പോൾ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഇന്നിപ്പോൾ WTO റെഷ്യൂമാണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലിരുന്നുകൊണ്ട് ലോകത്തെ ഈ 192 രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഒരു സാധനം റീറ്റെയിലിൽ നമുക്ക് വാങ്ങിക്കാം, ഒരു പ്രയാസവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്ത് നമ്മുടെ നേരെ വീട്ടിലേക്ക് തന്നെ ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും.
ഓക്കെ, ഇത് നമുക്ക് ആർക്കും സാധ്യമാണ്. ബ്രസീലിലുള്ള സംഭവമോ US സാധനമോ നമുക്ക് UK സ്പെയിനിലോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇന്നൊരു കൺസ്യൂമർ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു അഡ്രസ് പ്രൂഫും കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു ടാക്സ് ഭാഗം കൂടെ അതിൻ്റെ കൂടെ ആ വിലയുടെ കൂടെ തന്നെ അവർ ഈടാക്കുന്നുണ്ടാവും. അത് വന്ന് ഇറങ്ങുമ്പോൾ അത് നമ്മൾ ഒരു കൺസ്യൂമർ വാങ്ങിക്കുമ്പോൾ നേരിട്ട് കിട്ടുന്ന എന്നതുപോലെ തന്നെ സെയിം ഇപ്പോൾ ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്ന പോലെ ആമസോണിൽ കൂടെയും ഫ്ലിപ്കാർട്ടിൽ കൂടെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്നത് പോലെ തന്നെ നമുക്ക് 192 രാജ്യങ്ങളിൽ നമ്മളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. റീറ്റെയിലിൽ നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ നമ്മൾ തൈവാനിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ തൈവാനിലെ ഒരു ചെറിയ ടാക്സ് അതവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആരുടെ പേരിലാണ് വരുന്നത്, അത് ആ ചെറിയൊരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു. അഡ്രസ് പ്രൂഫ് കൊണ്ട് അവരുടെ വീട്ടിലെ ഡോറിലെത്തും. അപ്പോൾ നമ്മൾ കുറച്ചൊരു ടെക്നോളജി സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു നോളജും കൂടെ നിങ്ങൾക്ക് കിട്ടിയാൽ ഈ പ്രൊഡക്റ്റ് ലോകത്തെവിടെയും 192 രാജ്യങ്ങളിൽ എവിടെയും നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ ഒത്തിരി ബിസിനസ്സുകാർ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൂടുതലും റെഗുലേറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡസ്ട്രി സഹായിച്ചുകൊണ്ടിരിക്കാനായിട്ട് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സഹായത്തിൻ്റെ മുകളിൽ വേണമെങ്കിൽ യു ഹാവ് ഓപ്ഷൻ ഓൺലൈനിൽ കൊണ്ടെടുക്കാം. അപ്വർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്തോടെ നമുക്ക് ഡോളറിൽ അടച്ച് നമുക്ക് സഹായങ്ങൾ എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ MSMEക്ക് വേണ്ടിയിട്ടൊരു മിനിസ്ട്രി തന്നെ, ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെ ഒരു മിനിസ്ട്രി തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതാണ്ട് 60 ലക്ഷത്തോളം ആൾക്കാർ ഓൾറെഡി തന്നെ, ലോകത്തിലെ ഹ്യൂജ് നമ്പറാണ്, 60 ലക്ഷത്തോളം ആൾക്കാർ അതിനകത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇപ്പോൾ ഈ ടാക്സ് സിസ്റ്റത്തിനൊക്കെ കൊണ്ടുവന്നേക്കുന്നത്, അപ്പോൾ നമ്മൾ MSME ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 15 ദിവസത്തിനകത്ത് നമുക്ക് കാശ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് റിസീവ് ചെയ്ത ആളിന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് പോളിസിയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടം പോലും അധികം പോകാതെ നേരിട്ട് ചെയ്യാനായിട്ട് പറ്റിയ, എന്നാലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് മാക്സിമം പുഷ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പുള്ളും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് പ്രൊപ്പോഷൻ്റെ ഇതുണ്ട്, അതിൻ്റെ ക്വാളിറ്റി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, പിന്നെ സപ്പോർട്ട് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് ചില സർട്ടിഫിക്കേഷൻസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എടുക്കാനായിട്ട്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്നാണ്. സ്റ്റോക്കിന് അഗനിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണത്, ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ എടുക്കുന്നത്. പിന്നെ ഹെവി മെഷീനറിക്കൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഈ നിങ്ങൾ ലോണിനെയൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലയബിലിറ്റീസ് വരുവാണ്. അതേസമയത്ത് നിങ്ങളൊരു പിന്നെ ചെറിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി, ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കമ്പനിയാക്കിയിട്ട് അതിൻ്റെ ഷെയർസ് ഒരു 10% ഷെയർസോ 15-20% ഷെയർസോ കൊടുത്ത് അത് മേ ബി നിങ്ങളുടെ പ്രോഡക്റ്റ് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എടുക്കുമായിരിക്കും. ഇത് ഒരുപാട് പേരുണ്ട്, അവരെടുക്കുമായിരിക്കും. പക്ഷെ അവരിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് റീച്ച് ചെയ്യേണ്ടത്? മറ്റുള്ളൊരു ഷെയർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഷെയർസ് പ്രൈവറ്റ് ഇക്വിറ്റി ബൈ ചെയ്യുവാണെങ്കിൽ നമ്മളെ വളർത്തേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അവർ നമ്മളെ മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലും വളർത്താനായിട്ട് അവരുടെ എല്ലാ കഴിവുകളും നമുക്ക് സഹായമായിട്ട് കിട്ടും. പിന്നെ നമുക്കൊരു കൈ പിടിച്ച് നടത്തേണ്ട ഒരു ഹാൻഡ് ഹോൾഡിംഗ് സർവീസസ് നമുക്ക് വേണ്ടി വരുന്നത് MSMEക്ക് പിന്നെ അവരുടെ ഓരോ ഗ്രോത്തിലും സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. പക്ഷേ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലായ്പ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഇത് സർവീസ് തരുന്ന ഒരുപാട് മേഖലകളുണ്ട്. എന്തുകൊണ്ടാണ് US സാൻ ഫ്രാൻസിസ്കോയ്ക്കടുത്ത് സിലിക്കൺ വാലിയിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്? ഈ സർവീസസ് എല്ലാം അവിടെ കിട്ടും. നമുക്ക് ഫണ്ടിങ് സർവീസസ് വേണോ, കാൽക്കുലേഷൻ സർവീസസ് വേണോ, ബ്രാൻഡിങ് സർവീസസ് വേണോ, ബിസിനസ്സുമായിട്ട് വേണ്ട 500ഓളം സർവീസസ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി സപ്പോർട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പലപ്പോഴും പല ബിസിനസ്സും വളർന്നു കഴിയുമ്പോഴത്തേക്ക് ലീഗൽ ഇഷ്യൂസിൽ വിടും. പല ആൾക്കാരും പാർട്ട്ണർഷിപ്പൊക്കെ കൂടുമ്പോഴത്തേക്ക് ഡോക്യുമെൻ്റൊക്കെ ഇല്ലാതെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് യുദാൻ പോലുള്ളതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തു വെക്കണം. ഇപ്പോൾ ലീഗലായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കേണ്ടതുണ്ട്. പിന്നെ കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമുക്ക് പിന്നെ ഷെയർഡ് റിസോഴ്സസിലേക്ക് വെയർഹൗസ്, കോൾഡ് സ്റ്റോറേജ്, പ്രോസസ്സിങ് യൂണിറ്റ്. ഇപ്പം ആദ്യമേ തന്നെ ഞാൻ ദുബൈയിലൊരു കമ്പനിക്ക് പിന്നെ സപ്പോർട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം പ്രൊഡക്ഷൻ വേണ്ട, വേറുള്ളവരെ കൊണ്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീനറി വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ഗവൺമെൻറ് ചെയ്യുന്ന നമുക്ക് ഈ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതൊക്കെ നമ്മൾ പരസ്പരം കോഓപ്പറേഷൻ ചെയ്യും. കാരണം നമുക്ക് ഒരു മെഷീനറിയുടെ ഫുൾ ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ പല മെഷീനറി നല്ല കോസ്റ്റ്ലിയാണ്, നമുക്കതിന് ഫുൾ ആവശ്യം വരത്തില്ല. ചിലപ്പം നമുക്ക് ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 8 മണിക്കൂറായിരിക്കും നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് സമാനമായിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ലോക്കൽ റിസോഴ്സസ് നമുക്ക് മാക്സിമം ഉപയോഗിക്കുക. പിന്നെ ഈ മോഡേണൈസേഷന് വേണ്ടിയിട്ട് പലപ്പോഴും
പല ഫൈനാൻഷ്യൽ എയ്ഡ്സ് നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. മെഷീനറി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, ഇപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് പോകാനായിട്ട്, ഡിജിറ്റലൈസേഷന് പോകാനായിട്ട്, കൊമേഴ്സിന് പോകാനായിട്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലോട്ട് നമ്മൾ കയറിപ്പറ്റാനായിട്ട്, ഓൺലൈൻ മാർക്കറ്റിലേക്ക് കയറിപ്പറ്റാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ട, സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ടാക്സ് ആൻഡ് ഫൈനാൻഷ്യൽ കൗൺസിലിംഗ്, അഡ്വൈസറി സർവീസസ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ചെയ്തു തരുന്നവരാരാണ്? അപ്പോൾ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോൾ അതിൽ കൂടെ നമുക്ക് ടാക്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഇനി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് എന്തൊക്കെയാണ്? ഗ്രാൻസ് ആൻഡ് ലോൺ ഫോർ R&D, അതിൻ്റെ ഇന്നോവേഷന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, റിസോഴ്സസ് ഓപ്റ്റിമൈസേഷൻ പ്രോഗ്രാം ആൻഡ് എയ്ഡ് ഇൻ മാനേജിങ് എനർജി, വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പം ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് കിട്ടാനായിട്ട് പറ്റുന്നത്? അതുപോലെ തന്നെ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ്, നമുക്ക് പലപ്പോഴും ഇൻക്യുബേഷൻ വേണം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ബാംഗ്ലൂർ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. നിങ്ങൾ ആ മേഖലയിലാണെങ്കിൽ അവിടെ പോയി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഗവൺമെൻറ് സപ്പോർട്ടുകളും, അവിടെ നമുക്ക് ഇൻക്യുബേഷൻ ആവശ്യമുണ്ട്, നമുക്ക് അതെടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫെസിലിറ്റീസ്, പിന്നെ മെൻറ്റർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സർക്കാർ സംവിധാനത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത്, അത് ഉപയോഗിക്കണം നമ്മൾ. പക്ഷേ അതിൻ്റെ കൂടെ അല്ലാതെ കിട്ടുന്നത് കൂടെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടുന്ന, മറ്റ് രാജ്യങ്ങളിൽ കിട്ടുന്ന എക്സ്പോയിലുമൊക്കെ നമ്മൾ പോയി കോൺടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഏർലി സ്റ്റേജ് മുതൽ അഡ്വാൻസ് സ്റ്റേജ് മുതൽ വരെ നമുക്ക് ഇതിന് സപ്പോർട്ടുകൾ ആവശ്യമാണ്. പിന്നെ പലപ്പോഴും നമുക്ക് എക്സ്പോർട്ട് സബ്സിഡീസ് കിട്ടുന്നുണ്ടാകും, ചില ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ടായിരിക്കും. എക്സ്പോർട്ട് പിന്നെ ചിലപ്പോൾ കോസ്റ്റ്ലി ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ എക്സ്പോർട്ട് കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ്, ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു പോകുന്നതിൽ പല ആൾക്കാർക്കും കുണ്ഠിതമുണ്ട്. അത് പക്ഷേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നവർക്കാണ് പ്രശ്നം. എക്സ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം $1 അത് ഏതാണ്ട് 80 റുപ്പീസ് അടുപ്പിച്ച് കിട്ടുവാണ് നമുക്ക്. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പിന്നെ വളരെ കൂടുതൽ നമ്മളുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഗവൺമെൻറ് അഡീഷണൽ ആയിട്ട് ഗ്രാൻഡ് തരുന്ന നമുക്ക് വിമൻ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇപ്പം വിമൻ സെഗ്മെൻറ്റ് കൂടുതൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കൂടുതലും വിമൺ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള പരിരക്ഷയുണ്ട്. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി, SC/ST ആന്ത്രപ്രണേഴ്സിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഗവൺമെൻറ് തരുന്ന പിന്നെ വളരെ സഹായകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അപ്പോൾ വർക്ക്ഷോപ്സ്, റിസോഴ്സസ് ഫോക്കസ്ഡ്, അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്ലാനിങ്, മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഗ്രോത്ത് സ്റ്റേജിൽ പലതും അടുത്തതിലേക്ക് കടന്നു പോകാനുള്ള സഹായം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ ചെറിയ തോതിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതൊരു വലിയ പെയിനാണ്. അപ്പോൾ എപ്പോഴും സർക്കാരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുകയും നമ്മൾ മറ്റ് പ്രൈവറ്റ് ഏജൻസീസുമായിട്ട്, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഹറാമൊന്നും വിചാരിക്കേണ്ട, ലോകം മുഴുവൻ അവരാണ് ചെയ്യുന്നത്, സർക്കാർ വേറെ ഒരു സപ്പോർട്ടും മറ്റ് രാജ്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സപ്പോർട്ട് ഫോർ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അതുപോലെ തന്നെ നമ്മൾ ഇക്കോ പ്രാക്ടീസസിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് ഗ്രാൻറ്റും വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ആക്സസ് ടു അഫോർഡബിൾ റോ മെറ്റീരിയൽസ്, അപ്പോൾ നമുക്കവിടെ സോഴ്സ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ, കോമ്പറ്റീറ്റീവ് പ്രൈസിൽ അത് നമുക്ക് വാങ്ങിച്ച് തരാനായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കിട്ടും. നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് മുഴുവൻ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുഴുവൻ എഴുതിയിരിക്കുന്ന 12 പുസ്തകങ്ങൾ, അൾട്ടിമേറ്റ് വെൽത്ത് പാക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ പിന്നെ എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോപ്പികൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് മൊത്തം കോംപ്രിഹെൻസീവ് ആയിട്ട് A to Z നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ MSME ഇത് കുറച്ച് വീണ്ടും ലാർജറായിട്ട്, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊണ്ടുവരിക, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, നമുക്കൊരു വലിയ സ്കില്ലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാനത് പഠിപ്പിക്കുന്നൊരു ഭാഗമാണ്. ഇതൊക്കെ അടുത്ത ദിവസം തന്നെ ഈ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സമയം കാണിക്കും. ഉടനെ തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പല ദിവസങ്ങളിരുന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് കിട്ടുക വഴി, അപ്പോൾ 140 ഫണ്ടുകൾ ഞാൻ വിശദമായി വിവിധ ഫണ്ടുകളെക്കുറിച്ച്, ഗ്ലോബലി ഉള്ള ഫണ്ടുകളെക്കുറിച്ചെല്ലാം ഞാൻ പിന്നെ എൻ്റെ 4 ദിവസത്തെ പ്രോഗ്രാമിൽ പഠിപ്പിച്ച് അവരുമായിട്ട് ഫണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തും അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മാർക്കറ്റ് റിസർച്ചും പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കൂടെ തയ്യാറാക്കിയാണ് കൊടുക്കുന്നത്. അതിനെ പ്രസൻറ്റ് ചെയ്യാൻ വരെ പഠിപ്പിച്ചാണ് വിടുന്നത്.
അപ്പം അർഹിക്കുന്ന ആൾക്കാർക്കെല്ലാം RB ഫണ്ടുണ്ട്, ദുബായിൽ നിന്നുള്ള ഫണ്ടുണ്ട്, പല ഫണ്ടുകൾ നമുക്ക് കിട്ടാൻ യൂറോപ്യൻ യൂണിയൻ ഫണ്ടുണ്ട്. ഇതിലോട്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ഈസിയായിട്ട് കടന്നു പോകുന്നത്, ഇതിനൊക്കെ സഹായിക്കുന്ന പ്രൊഫഷണൽസും ഉണ്ട്. അപ്പോൾ അവരുടെ ഹെൽപ്പ് വേണം എടുക്കാം. അവർക്ക് പലപ്പോഴും ഫീസല്ല, അവർക്ക് നിങ്ങൾ സാധ്യതകൾ ചെറിയ ഷെയറിൻ്റെ ഭാഗമാണ്, ചിലപ്പം 0.5%, 1% ഒക്കെ വരുന്ന ഷെയറിൻ്റെ ഭാഗമായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ സക്കോയ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതും ഇവരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ചെറിയ ഷെയറിൻ്റെ ഭാഗമാണ് അവർ നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ എല്ലാ കോണ്ടാക്ട്സും സാധ്യതകളും അവരോട് 1 മണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞാൽ പോലും നമ്മളുടെ ബിസിനസ് വേറെ ലെവലിൽ കൊണ്ടെത്തിക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ എയ്ഡ്, അപ്പം അതുപോലെ നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടെത്താനായിട്ട്, ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട്, നമ്മുടെ കോപ്പി റൈറ്റുകൾ നമുക്ക് IPR സംരക്ഷിക്കാനായിട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസ് വരുന്നുണ്ട്. അതിന് നമ്മളൊക്കെ ഒരു പ്രീമിയം കൊടുത്ത് ഗവൺമെൻറ് ഇൻഷുർ ചെയ്യുകയാണ് നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റ്. പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ പാൻഡമിക് പോലുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെയാണ് ഇക്കണോമിക് റിക്കവറി സാധ്യമാകുന്നത്, ഡിസപ്ഷൻസ് നിന്നും നമുക്ക് ഇല്ല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഒരു കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ടുഗദർ, അതിനൊക്കെ നമ്മൾ MSMEക്കാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്, മാർക്കറ്റ് ആക്സസ് കൊടുക്കുന്നത്. അപ്പം MSMEക്കകത്തുണ്ടെങ്കിൽ അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട് എടുക്കുന്നതിന് പോലും, ഗവൺമെൻറ് പർച്ചേസിങ്ങിന് പോലും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, പോർട്ടലിൽ കൂടെ എങ്ങനെ കൊടുക്കാം, ഡിജിറ്റൽ ഫോർമാറ്റിൽ കൂടെ എങ്ങനെ കൊടുക്കാം, ഗവൺമെൻറ് സ്കീമുകൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്താനായിട്ട് പറ്റുക, സ്കിൽ സർട്ടിഫിക്കേഷനെ കുറിച്ച് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പം നമ്മുടെ വർക്കേഴ്സിന് നമുക്ക് കൂടുതൽ വർക്കേഴ്സിനെ വേണം, അവരെ സ്കില്ല് വാലിഡേറ്റ് ചെയ്ത് കിട്ടണം, എംപ്ലോയബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഇവിടെ മാത്രം നിൽക്കരുത്, നമുക്കിപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ദുബൈയിലൊക്കെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാക്കാം, ബാക്ക് ഓഫീസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആക്സസ് ടു ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് അപ്പോൾ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴും നമ്മളത് പറഞ്ഞു തരുന്നുണ്ട്, സപ്പോർട്ട് ഫോർ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എങ്ങനെ പോകാനായിട്ട്, ട്രേഡ് ഫെയർസിൽ പങ്കെടുക്കാനായിട്ട്, എക്സ്പോയിൽ പങ്കെടുക്കാനായിട്ട്, ബയർ സെല്ലർ മീറ്റുകളിൽ എങ്ങനെയാണ് പങ്കെടുക്കാനായിട്ട് പറ്റുക, അതിന് മെമ്പർഷിപ്പ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാംസ് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഇൻഡസ്ട്രി പ്രൊഫഷണൽസുമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഹൗ ടു നാവിഗേറ്റ് ബിസിനസ് ചാലഞ്ചസ് വലിയ സാധ്യതയാണ്. അപ്പോൾ അവരൊക്കെ നമ്മളുടെ പല കാര്യങ്ങളും അവർ നമുക്ക് ഒരുപാട് സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസുമായിട്ട് എങ്ങനെയാണ് MSMEക്ക് അടുക്കാനായിട്ട് പറ്റുക. പിന്നെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്, അപ്പോൾ ഇന്നൊവേഷൻ ഹബ്ബുകൾ ഇവിടെയൊക്കെയാണ്. പിന്നെ ഫിസ്ക്കൽ ഇൻസെൻറ്റീവ് എന്താണ്, ലോക്കൽ എംപ്ലോയ്മെൻറ്റിലെ ടാക്സ് റിബേറ്റുകൾ എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഇൻസെൻറ്റീവ് ഫോർ MSME, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് നോളജ് ആന്ത്രപ്രണേഴ്സിന് വേണ്ടിയിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് അസിസ്റ്റൻസ് എന്തെല്ലാം കിട്ടും, അപ്പോൾ പ്രൈവറ്റ് എന്തൊക്കെ കിട്ടും, പബ്ലിക് എന്തെല്ലാം കിട്ടും, ഫണ്ട് എവിടെ നിന്നെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ 140-ലധികം ഫണ്ട് ലോകത്ത് എവിടെ നിന്നെല്ലാം കിട്ടാൻ നമ്മുടെ തൊട്ട് മുന്നിൽ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫണ്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പ്രസൻറ്റ് ചെയ്യാനൊരു ഫോർമാറ്റ് കയ്യിലില്ലാത്തതാണ് ഒത്തിരി പേരുടേത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രായും പകലും ഇങ്ങനെ ഇരുന്ന് പലരുടെയും അവരെക്കുറിച്ചുള്ള മാർക്കറ്റ് റിസർച്ചും അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പ്രധാനമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, കമ്പനി സെക്രട്ടറിമാരുണ്ട്, അപ്പോൾ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഉണ്ട്, അവരുടെ തന്നെ സേവനം. അപ്പോൾ അവർ തരാത്ത സാധനങ്ങൾ മാത്രം നമുക്കില്ല, അവർക്ക് തരാൻ ബുദ്ധിമുട്ടുള്ള സേവനങ്ങൾ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്കത് കണക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഒരു ആഗ്രി ബേസ്ഡ് ഇൻഡസ്ട്രീസൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടും ആഗ്രോ പ്രോസസ്സിങ് യൂണിറ്റ് കേരളത്തിൽ ഭയങ്കര സാധ്യതയുള്ളതാണ്. നമ്മുടെ ഈ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ സാധ്യത, ഒരു ഫുഡ് പ്രോസസ്സിങ് പാർക്ക് തന്നെ തുടങ്ങാനായിട്ടുള്ള ആരംഭ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് ഫണ്ടിങ് ആയിട്ട് നമുക്ക് ഫണ്ടുകൾ കിട്ടാനുണ്ട്. പിന്നെ വെൽഫെയർ സ്കീമിൽപ്പെട്ട സംഭവങ്ങൾ, ജോബ് ക്രിയേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിനുള്ള ഏതാണ്ട് ഒരു 10-12 മെത്തേഡ്സ് ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ള മാനസിക ധൈര്യത്തിന് കിട്ടുന്ന ട്രെയിനിങ്, ഡിസ്ട്രപ്ഷൻസ് വന്നാൽ എങ്ങനെ തിരിച്ചു വരാനായിട്ട് പറ്റും. പിന്നെ എനർജി മാനേജ്മെൻറ്റിനുള്ള പ്രോഗ്രാംസ്, അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കിട്ടുന്നത്, ഇനി വരാൻ പോകുന്ന യുഗത്തിലുള്ള എനർജി എന്തൊക്കെയാണ്, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണോ. അപ്പോൾ മാർക്കറ്റിങ്ങിനകത്താണ് നമുക്ക് കൂടുതൽ വേണ്ടത്. പിന്നെ കസ്റ്റമൈസ്ഡ് ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ്, സാമ്പത്തിക മേഖലകൾ, ഇതൊന്നും നമുക്ക് സ്കൂളിലോ കോളേജിലോ കിട്ടുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, ഇതൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്.
ഇപ്പോൾ MSMEയുടെ നീഡുകൾ വളരെ വൈവിധ്യമാർന്നതാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ മാത്രം നമ്മളെപ്പോലുള്ള ഏജൻസികളിൽ നിന്ന് എടുക്കാനായിട്ട്, അപ്പം ഈ ഡാറ്റ അനലിറ്റിക്സ്, അപ്പം ബിസിനസ് ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള പ്രോജക്റ്റ് സ്റ്റഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് ഡിസിഷൻ മേക്കിങ്ങിന് ഡാറ്റ അനലിസ്റ്റിക്സ് എങ്ങനെ ഉപയോഗിക്കണം. പിന്നെ ആക്സസ് ടു ഇൻഡസ്ട്രി എക്സ്പേർട്സ്, അപ്പോൾ ചില സെക്ടറുകളിൽ ആ സെക്ടറുകളിൽ തന്നെ ഏറ്റവും കുലപതിയായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇനി അടുത്ത ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന എന്നാലും എന്നത്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കംപ്ലയൻസസ്, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വേണ്ടത്, വർക്ക് പ്ലേസ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് വേണ്ടത്, അതിനൊക്കെ ആരൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പലരും മെൻറ്റർ ചെയ്യാനായിട്ട് താല്പര്യം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തൂടെ വരുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ റിമോട്ട് വർക്കിംഗ്, നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടുന്നില്ലെങ്കിൽ എക്സ്പെർട്സിനെ കിട്ടുന്നില്ല മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ റിമോട്ട് വർക്കിൽ നിന്ന് ഡിജിറ്റൽ കൊളാബറേഷൻ ടൂൾസ് എങ്ങനെയൊക്കെ എടുത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് ഡിജിറ്റലായി നമ്മൾ, അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ട് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, നല്ലൊരു മെത്തേഡാണ്. ഫ്യൂച്ചറിൽ യൂസേഴ്സായി പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോലും നമുക്ക് ക്രൗഡ് ഫണ്ട് ചെയ്യാം. ആൻഡ് മെൻറ്റർഷിപ്പ്, നമുക്ക് സക്സഷന് വേണ്ടിയിട്ട് ഇനി ആരാ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്, കാലാനുസരണമായി നമ്മുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ എംപ്ലോയി വെൽഫെയർ ആൻഡ് റീട്ടെൻഷൻ പ്രോഗ്രാം, എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വർക്കിന് വേണ്ടിയിട്ട്, എൻവയറൺമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടേൺ ഓവർ കൂട്ടാനായിട്ട്, സപ്ലൈ ചെയിൻ ഓപ്റ്റിമൈസ് ചെയ്യാനായിട്ട്, സ്റ്റോക്ക് കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്തത് കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട്, ഇല്ല നമ്മൾ റോ മെറ്റീരിയൽസ് കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട്, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം സപ്ലൈ ചെയിനൊക്കെ നമ്മൾ പിന്നെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് നമുക്ക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വരുന്ന ഫണ്ടിങ് പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമുക്ക് ഈ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ്, അതനുസരിച്ച് നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ടാക്സ് ഒക്കെ വരുന്നത്, റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾ, പിന്നെ പല വിധത്തിലുള്ള നമുക്ക് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് ഉണ്ട്, എത്തിക്കൽ ആൻഡ് ബിസിനസ് പ്രാക്ടീസസിൻ്റെ ഉണ്ട്, ലീഗലായിട്ടുള്ളതുണ്ട്, അതൊക്കെ എവിടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കൊരു എൻഹാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകണോ, അപ്പോൾ ലോക്കൽ മാർക്കറ്റിലേക്ക് എങ്ങനെ കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാം, ഫോറിൻ മാർക്കറ്റിലേക്ക്, മറ്റ് സ്റ്റേറ്റുകളുടെ മാർക്കറ്റിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഔട്ട്റീച്ച് ചെയ്യാനായിട്ട് പറ്റും, IIM പോലുള്ള ഓർഗനൈസേഷൻസുമായിട്ട് എങ്ങനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, പഠിച്ചിറങ്ങിയിട്ടുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള ഗ്ലോബലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബിസിനസ്സിന് നമ്മൾ പലരും എനിക്ക് ബിസിനസ് അറിയാമെന്നൊരു ചിന്തയാണ്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ പലരും ഈ പറഞ്ഞൊരു ഇപ്പോഴുള്ള പ്രോഗ്രാമിന് വരുമ്പോഴാണ് അറിയുന്നത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇതാണ്, എത്ര കാലത്തേക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ഇരിക്കും, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഓപ്റ്റിമൈസ് ചെയ്യുക, ലൈഫ് സൈക്കിൾ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല, കുറച്ചും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈ കടങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴുള്ള കടം, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കടബാധ്യത വരിക, ഈ കടത്തിൽ നിന്നൊക്കെ പുറത്തോട്ട് വരാനുള്ള ഫോർമുല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ പല ഓൺലൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മീറ്റിങ്ങുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇരുന്ന് ചെയ്യുന്ന മീറ്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം ഫോറിൻ കൺട്രിയിൽ ഇരുന്നുള്ള, ഇപ്പം എനിക്ക് ഈ മാസം അടുത്ത മാസം ഒരുപാട് ഫോറിൻ വിസിറ്റ് ഉള്ളതാണ്, ചിലപ്പോൾ ഫോറിൻ കൺട്രികളിൽ ഇരുന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ എബ്രോഡ് ഇരിക്കുമ്പോഴത്തേക്കും ചില സോഫ്റ്റ്വെയർ പ്രോഡക്റ്റൊക്കെ അവിടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഗവൺമെൻറ് സംവിധാനത്തെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി, നമുക്ക് ഇന്ന ഡിമാൻഡുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് വിൽക്കാനായിട്ടുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് എടുത്ത് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. ട്രേഡിന് വേണ്ടി തന്നെ ഇറങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാശ് തന്ന് പേ ചെയ്ത് കയറാൻ പറ്റാത്ത ആൾക്കാർക്കും പുസ്തകങ്ങളും യൂട്യൂബും മറ്റുമൊക്കെ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഈ കുറേശ്ശെ ചെയ്യാനായിട്ട് പറ്റിയത്, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പം മൂവ് ചെയ്യിക്കാൻ കേപ്പബിൾ ഉള്ള ആൾക്കാരായിരിക്കും. സോ മാറി നിൽക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പിൽ അയച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാം വരുന്നതനുസരിച്ച് നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഫണ്ടിങ്ങിൻ്റെ ഒരു മേജർ പ്രോഗ്രാം ഞാൻ 7 വർഷം മുമ്പാണ് ഫണ്ടിങ്ങിനെ കുറിച്ച് നടത്തിയത്. ഇപ്പോൾ 7 വർഷത്തിന് ശേഷമാണ് 140 ബാങ്ക് ലോൺ അല്ലാത്ത ഫണ്ടുകൾ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് കിട്ടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള 4 ദിവസത്തെ വിശദമായ ക്ലാസ്, റെസിഡൻഷ്യൽ പ്രോഗ്രാം
കൊച്ചിയിൽ വെച്ച് നടത്തുന്നത്. അപ്പം ദിവസങ്ങൾ വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇത് ചെയ്യാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഈ പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് എബ്രോഡ് എവിടെയെങ്കിലും വെച്ച് കിട്ടാം. ഇവിടെ നമുക്കിനി ഒത്തിരി താമസിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.